മണി ഈസ് എ ബൈ പ്രോഡക്റ്റ്. പൈസ എന്ന് പറയുന്നത് ഒരു ഉപ ഉൽപ്പന്നമാണ്, ബൈ പ്രോഡക്റ്റ്. ഫസ്റ്റ് അല്ല, സെക്കൻഡറിയാണ്. അപ്പം നമ്മൾ പണത്തിന് വേണ്ടി, പണം കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. കാര്യം അതൊരു ഉപോൽപ്പന്നമാണ്. നമ്മൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത് മാർക്കറ്റിലോട്ട്. ആ വാല്യൂ കൊടുക്കുമ്പം കിട്ടുന്നതാണ് പണം. എത്രമാത്രം നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം നമുക്ക് പണം നമ്മളിലേക്ക് വരും. ഇതാർക്കും അറിയത്തില്ല. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും, ആ വാല്യൂ കുറച്ച് കൊടുക്കുകയും ചെയ്യും. കാരണം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയത്തില്ല. വാല്യൂ എന്തുകൊണ്ടാണ് കുറച്ച് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അപ്പം നമ്മുടെ കപ്പാസിറ്റിയുടെ അനുസരിച്ച് ഒന്നുമല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ വാല്യൂ ആണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ കഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയല്ല. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓറഞ്ചിൽ നിന്നാണ് സിട്രിക് ആസിഡ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ബൈ പ്രോഡക്റ്റ് ആവും. അതിന് മിനറലും വെള്ളവും ഒക്കെ വേണം. അതിനെ ഒരു പ്രത്യേക കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നമുക്കത് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് സെക്കൻഡറി ആയി പ്രൊഡക്റ്റായി. അതാണ് ബൈ പ്രോഡക്റ്റ്, സിട്രിക് ആസിഡ്. പക്ഷേ ഈ നമ്മൾ ഒരു ഓറഞ്ച് കഴിക്കുമ്പോഴോ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമ്പോഴോ നമ്മൾക്ക് സിട്രിക് ആസിഡ് കൊണ്ട് നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെയാണ് കിട്ടുന്നത്. വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വേർതിരിച്ച് ജ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേർതിരിച്ച് കിട്ടത്തില്ല അത്. അപ്പം മണി ഈസ് എ ബൈ പ്രോഡക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അതിനെ ചേസ് ചെയ്താൽ കിട്ടത്തില്ല. അതിൻ്റെ പുറകെ ബഹളം വെച്ചിട്ടോ ഓടിയിട്ടോ ഒന്നും കാര്യമില്ല. ഇത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതാണ് മണി. അപ്പം നാച്ചുറൽ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇതിന് ചില പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വാല്യൂ മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ എത്രമാത്രം നമുക്ക് വാല്യൂ കൊടുക്കുന്നോ അത്രമാത്രം നമ്മളിലേക്ക് സമ്പത്ത് വരും. നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ.